ഹലോ. ഇന്നത്തെ വീഡിയോ വന്നിട്ടേ യാതൊരു കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഹോം മെയ്ഡ് പൈനാപ്പിൾ ജാമാണ് കേട്ടോ. ഇത്ര ഈസി ആയിട്ട് ഇത്രയും ചിലവ് കുറച്ച് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാമെന്നറിഞ്ഞായിരുന്നെങ്കിൽ പൊന്നു മക്കളെ, നിങ്ങളാരും പുറത്തുനിന്ന് പൈനാപ്പിൾ ജാം കാശ് കൊടുത്ത് മേടിക്കത്തില്ലായിരുന്നു കേട്ടോ. ഇതാ നോക്കി എത്ര സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ നമ്മളും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്കതിനോടൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പ്രിസർവേറ്റീവ്സോ കളറോ ചേർത്ത് പൈനാപ്പിൾ ജാം പിള്ളേർക്ക് മേടിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പൈനാപ്പിൾ വേണം. അതിനായിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സാധാരണ ആപ്പ് അവിടെ നിന്ന് ഇവിടുന്ന് പറിച്ച പൈനാപ്പിളൊന്നും അല്ല, നമ്മൾ കാറ് കയറി വന്ന പൈനാപ്പിളാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ചാക്ക് പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല, നമ്മളൊരു 5-8 എടുത്താൽ മതിയായിരിക്കും കേട്ടോ. 5-8 വേണ്ട, ഇത് ശരിക്കും ചെറിയ ചക്കയും ഉണ്ടായിരുന്നു. അതാ ഇത്രമാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിള്ളി പാറിയിട്ടുണ്ടോ കണ്ടിട്ട്. അപ്പോൾ ഇത്രയും പൈനാപ്പിൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ജാം ഉണ്ടാക്കി കളയാവുന്നത്. പക്ഷേ അതൊരു നല്ല തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെറിയ പച്ചയായിട്ടുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എന്നെ കാണുന്നത് ഈ 2 തലമുടിയുള്ള പൈനാപ്പിൾ. ഒരെണ്ണമൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇരട്ടപ്പഴം എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 2 തലമുടി ഉണ്ടെന്ന് വിചാരിച്ചു ഇരട്ടേന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഒരു അത്ഭുതം കണ്ടപ്പോൾ ഞാനിങ്ങനെ കാണിച്ചതേ. പിന്നെ ഒരു കുഞ്ഞു ചക്ക കേട്ടോ, തീരെ പൊടിയാണേ. അത് നോക്കി, നമ്മുടെ ഉള്ളം കയ്യിൽ വെക്കാനുള്ളതേ ഉള്ളൂ. വളരെ ചെറുതാണല്ലേ. ഇതിന് ഞാൻ കൂഞ്ഞു കണ്ടില്ല കേട്ടോ. അങ്ങനെ ഒരു അത്ഭുതമുണ്ട് ഇതിന്. എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു മീഡിയം സൈസ് നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പൈനാപ്പിളൊക്കെ എടുത്താൽ മതിയായിരിക്കും. ഇച്ചിരി ഏറെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമെങ്കിൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു പൈനാപ്പിളൊക്കെ വെച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ 10 എടുക്കുന്നുണ്ട്. അതിനകത്ത് 2 വളരെ ചെറുതാണ്, ബാക്കിയൊക്കെ മീഡിയം സൈസാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെത്തിയെടുക്കണം. ചെത്തിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുള്ള് പോലുള്ള ഭാഗങ്ങൾ മാക്സിമം കളയാനായിട്ട് നോക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് എടുക്കണം. ഇതാ ഞാൻ പറഞ്ഞത് കുഞ്ഞു കാണാത്ത ഒരു പീക്കിരി ചക്ക, അതൊരു ജാളിവർക്ക് കണ്ടോ. പ്രകൃതിയുടെ ഓരോരോ ലീലാവിലാസങ്ങളല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വൃത്തിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ കറുത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുവിധം എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം നമ്മളാണെങ്കിൽ വേസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ നമുക്കാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തരിയൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്തോ. ഞാൻ ഇപ്പോൾ അരിക്കുന്നില്ല. ഇതിപ്പോൾ അളന്നാണ് എടുക്കുന്നത്. നമ്മൾ 3 കപ്പ്, വലിയ 3 കപ്പ് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് 3 കപ്പ് തന്നെ പഞ്ചസാര ചേർക്കണം എന്നാണ് വൈപ്പ്. പക്ഷേ ഈ പൈനാപ്പിൾ ഭയങ്കര മധുരമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പകുതി 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 കറുകപ്പട്ടയും കൂടെ മതി. ഇത് മാത്രം മതി. പിന്നെ മിക്സ്, ഇത്രയേ ഉള്ളൂ പണി, വേറെ ഒരു പണിയില്ല. പക്ഷേ മിക്സിങ് അത്ര ചെറിയ പണിയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ. തീ എപ്പോഴും സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഈ പഞ്ചസാര മെൽറ്റായി വരുന്നിടം വരെ കൈ ഇളക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ജാം കിട്ടും കേട്ടോ. നമ്മളാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല. അവർ പ്രിസർവേറ്റീവ്സോ കളറോ ഒക്കെ ചേർക്കും എന്നല്ലാതെ നമ്മൾ നല്ല ഹോം മെയ്ഡായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നോക്കി പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയപ്പോഴത്തേക്കും ഇതൊന്ന് കുറച്ച് ലൂസായിട്ടുണ്ടല്ലേ. ഇനി ഇത് പതിയെ ഇരുന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാത്രം ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഇതാണെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു സിറപ്പ് മാതിരി ഇരിക്കും. അല്ല ഇച്ചിരി കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് പാട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. ഈ തവികളിൽ നിന്ന് ഒരു റിബൺ മാതിരി താഴേക്ക് വീഴുന്ന ആ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ. സാധാരണ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ ഇത് ഞാൻ വലിയൊരു ഉരുളി പിടിച്ച് വെച്ച് അതിനകത്ത് ഈ 10 ചക്കയും കൂടെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രം മതി. ഇത് പരുവാകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നിന്ന് കറുകപ്പട്ടയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിള പൊട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇത് മേത്തേക്ക് തെറിക്കാതൊക്കെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഈ പരുവത്തിനും ഇച്ചിരി കൂടെ ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ചാടി പോകുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു പരുവമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താമേ. ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെ നമുക്ക് ഇത് ഒന്ന് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടില്ല.
ഇങ്ങനെ പതുക്കെ പതുക്കെ വീഴുന്ന സമയമാകുമ്പോഴത്തേക്കും കേട്ടോ. ഇതിപ്പോൾ ഇളക്കിക്കൊണ്ടും ഇരിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ മൊത്തം തെറിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിലിട്ടേക്കുന്ന കറുകപ്പട്ടയൊക്കെ ഒന്ന് മാറ്റാം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 1-2 മണിക്കൂർ എടുക്കുവേ. ആ സമയം കൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് കുറച്ച് നേരം വെക്കാമേ. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെർഫെക്റ്റ് ടെക്സ്ചർ തന്നെ കിട്ടും കേട്ടോ ജാമ്. അപ്പോൾ ഈ ജാമ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ തുടങ്ങിയ പാത്രം തന്നെ എടുക്കണേ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചില്ലുകുപ്പിയാണ്. നല്ല വെയിലത്തൊക്കെ നന്നായിട്ട് ഉണക്കിയ ചില്ലുകുപ്പിയിലൊക്കെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മളിത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും നല്ല ഉണങ്ങിയ സ്പൂണായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഒരു 2 ആഴ്ച വരെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നോക്കി നല്ല അടിപൊളി ജാമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞില്ല, ഇത്രയും സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. വേറെ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിന് നമ്മുടെ വീട്ടിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ജാമാണ്. അപ്പോൾ ഇനി പൈനാപ്പിൾ കയ്യിൽ കിട്ടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ കടയിൽ നിന്ന് വിഷം മേടിച്ച് കഴിക്കുന്നതിനേക്കാളിലൊക്കെ എന്ത് നല്ലതാണ് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.